കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനായുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നാളെ ആരംഭിക്കും. കാർവാറിൽ നിന്ന് ഇന്ന് രാത്രിയോടെ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കും. സിജു കണ്ണൻ ചേരുന്നു. സിജു, എങ്ങനെ പുരോഗമിക്കുന്നു തിരച്ചിലിനുള്ള നടപടികൾ? ഷമി, നിലവിൽ കാർവാറിൽ നിന്ന് ഗംഗാവാലി പുഴയിലേക്ക് അഴിമുഖം വഴി ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ട്. മഞ്ജുമുനി അഴിമുഖത്തിനടുത്താണ് ഇപ്പോൾ ഡ്രഡ്ജറുമായുള്ള ടഗ് ബോട്ട് നങ്കൂരമിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു റോഡ് പാലമുണ്ട്. ഈ റോഡ് പാലം മറികടക്കണമെങ്കിൽ വേലിയിറക്കമാകണം. വേലിയിറക്ക സമയം നോക്കി യാത്ര തുടരാനാണ് നിലവിൽ തീരുമാനം. വൈകുന്നേരം 4:30 5 മണിയോട് കൂടിയാണ് ഈ സ്ഥലത്ത് വേലിയിറക്കം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് വീണ്ടും യാത്ര തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുഴയിലെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വേലിയേറ്റ സമയത്ത് മാത്രമേ ഈ ഭാഗത്ത് യാത്ര ചെയ്യാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പുഴയുടെ സ്വഭാവം, അതിന്റെ കാലാവസ്ഥ നോക്കിയാണ് ഇപ്പോൾ സഞ്ചാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി ഡ്രഡ്ജർ അവിടെ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആദ്യ റോഡ് പാലം മറികടന്നു കഴിഞ്ഞാൽ ഒരു റെയിൽവേ പാലം കൂടിയുണ്ട്. ആ പാലം കൂടി മറികടക്കേണ്ടതുണ്ട്. വേലിയിറക്ക സമയത്ത് ഈ പാലം കൂടി മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി, സന്ധ്യയോടുകൂടി തന്നെ എത്തിക്കാൻ കഴിയുമെന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ പറയുന്നത്. വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടി ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം നിശ്ചയിച്ച സമയത്ത് തന്നെ എത്തിക്കാൻ കഴിഞ്ഞാൽ നാളെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.